ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമായിട്ടാണ് ഇന്നത്തെ ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. രണ്ടാം ഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് എന്തുകൊണ്ടും ഇത് ഉപകാരപ്രദമായിരിക്കും കേട്ടോ. നോക്കാം ഒന്നാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമിയാണ്. നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ആരാണ്? ചട്ടമ്പി സ്വാമിയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് എന്നതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. നാലും തന്നെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പം മുകളിലുള്ളവയെല്ലാം ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ചേരുംപടി ചേർക്കുക. മരുതം, പാലായി, മുല്ലായി, നെയ്റ്റൽ എന്നിവ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അവയുമായി ബന്ധപ്പെട്ടതാണ് മറു സൈഡിലുള്ളത്. നോക്കാം. മരുതം എന്നത് എന്താണ്? മരുതം തണ്ണീർത്തട കൃഷിയാണ്. മരുതം എന്നത് തണ്ണീർത്തട കൃഷിയാണ്. ഇതൊരെണ്ണം തന്നെ അറിയുകയാണെങ്കിൽ തന്നെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഇത് അവിടെ കട്ടായി പോയിട്ടുണ്ട് കേട്ടോ. അടുത്തത് പാലായി. എന്താണ് പാലായി? പാലായി എന്താണ്? പാലായി എന്നത് കൊള്ളയടിക്കുന്നു എന്നതാണ്. കൊള്ളയടിക്കുന്നു, പാലായി കൊള്ളയടിക്കുന്നു. അപ്പൊ തന്നെ നമുക്ക് കിട്ടി. ആ രണ്ടെണ്ണം അറിയുകയാണെങ്കിൽ തന്നെ നമുക്ക് ആൻസർ ആയി. മുല്ലായി എന്നത് എന്താണ്? മുല്ലായി മൃഗസംരക്ഷണമാണ്. നെയ്ച്ചൽ എന്നത് ഉപ്പ് നിർമ്മാണവുമാണ്. മരുതം എന്നത് തണ്ണീർത്തട കൃഷിയാണ്. പാലായി എന്നത് കൊള്ളയടിക്കുന്നു. മുല്ലായി മൃഗസംരക്ഷണം. അതുപോലെ നെയ്റ്റൽ എന്താണ്? ഉപ്പ് നിർമ്മാണം എന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നതാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇത് വാദിച്ചത്? ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്ന രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നു എന്ന് ആരാണ് വാദിച്ചിട്ടുള്ളത്? ഗാന്ധിജിയാണ് കേട്ടോ. ഗാന്ധിജി. ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്ന് വാദിച്ചത് ഗാന്ധിജിയാണ്. താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരിക്കുന്നത്? ഏതൊക്കെയാണ്? ജമാഅത്ത് ഇ ഇസ്ലാമി, RSS, ആനന്ദ് മാർഗ്, മാവോയിസ്റ്റ് CP. ഇവയെല്ലാം തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 ഇവയെല്ലാം തന്നെ നിരോധിച്ചതാണ്. മുകളിലുള്ളവയെല്ലാം ജമാഅത്ത് ഇ ഇസ്ലാമി, RSS, ആനന്ദ് മാർഗ്, മാവോയിസ്റ്റ്. ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 താഴെ പറയുന്നവരിൽ ആരാണ് തൂക്കിലേറ്റപ്പെട്ടത്? ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 രാജ്ഗുരുവാണ് തൂക്കിലേറ്റപ്പെട്ടത്. ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയതാരാണ്? രാമചന്ദ്ര ഗുഹ. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? മാഡം കാമ. ഇരവികുളം ദേശീയ പാർക്ക് ഏത് മൃഗസംരക്ഷണ കേന്ദ്രമായി അറിയപ്പെടുന്നു? ഏത് മൃഗത്തിന്റെ സംരക്ഷണത്തിനായാണ് ഇരവികുളം ദേശീയ പാർക്കുള്ളത്? വരയാട് അല്ലെങ്കിൽ നീൽഗിരി താർ. കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 20. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തിന് നിയമിതമായ കമ്മീഷൻ ഏതാണ്? കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ. ഭാരതരത്ന ലഭിക്കുന്ന ആദ്യ കായിക താരം ഏത്? താരമാണ് സച്ചിൻ തെണ്ടുൽക്കർ. ലാഭപ്രഭ ഏതുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്? ലാഭപ്രഭ എന്നത് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല ഇന്ത്യയിൽ ആരംഭിച്ചത്? റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല അല്ലെങ്കിൽ നിർമ്മാണശാല ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുള്ളത്? ജർമ്മനി. റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെയാണ് ആരംഭിച്ചിട്ടുള്ളത്.
ഇന്ത്യയിൽ ആദ്യമായി അണുവിസ്ഫോടനം നടത്തിയ വർഷം. ഇന്ത്യയിൽ ആദ്യമായി അണുവിസ്ഫോടനം നടത്തിയത് 1974 1974. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ല. സഹോദരൻ അയ്യപ്പൻ രൂപം നൽകിയ സാംസ്കാരിക സംഘടന ഏത്? സഹോദരൻ അയ്യപ്പൻ രൂപം നൽകിയ സാംസ്കാരിക സംഘടന ഏതാണ്? വിദ്യാപോഷിണിയാണ്. വിദ്യാപോഷിണി. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം പ്രചരിപ്പിച്ച പത്രം ഏതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം പ്രചരിപ്പിച്ച പത്രം ഏതാണ്? കേരള കൗമുദിയാണ്. കേരള കൗമുദി. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ്? പള്ളിവാസൽ പദ്ധതി എന്നത് ഏത് നദിയിലാണ്? മുതിരമ്പുഴയിലാണ്. മുതിരമ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി. അടുത്തത്, പാമ്പുകൾ. ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന ദിനപത്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന ദിനപത്രം മദ്രാസ് മെയിലാണ്. മദ്രാസ് മെയിൽ. ഇന്ത്യക്ക് സമീപമുള്ള ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഇന്ത്യക്ക് സമീപമുള്ള ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. ദേശീയ പതാകയിലെ നിറങ്ങൾ മുകളിൽ നിന്ന് താഴോട്ട് യഥാക്രമം എങ്ങനെയാണ്? കുങ്കുമം, വെള്ള, പച്ച എന്നിങ്ങനെയാണ്. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകം ഹിന്ദു സ്വരാജ് എഴുതപ്പെട്ട ഭാഷ ഏതാണ്? ഗുജറാത്തി ഭാഷയാണ് കേട്ടോ. ഗുജറാത്തി ഭാഷ. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകം ഹിന്ദു സ്വരാജ് എഴുതപ്പെട്ട ഭാഷ ഏതാണ്? ഗുജറാത്തിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പിളർന്നത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പിളർന്നത് സൂററ്റ് സമ്മേളനത്തിലാണ്. സൂററ്റ് സമ്മേളനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് 1993 1993. ദേശീയ ചിഹ്നത്തിന്റെ ചുവട്ടിലായി കാണുന്ന സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിട്ടുള്ളത് ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ്? ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ്? മുണ്ടകോപനിഷത്തിൽ നിന്നാണ്. മുണ്ടകോപനിഷത്തിൽ നിന്നാണ് സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിട്ടുള്ളത്. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ഏത്? ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈയാണ്. താഴെ പറയുന്നവയിൽ തൃതീയ മേഖലയിൽ ഉൾപ്പെട്ടത് ഏതാണ്? താഴെ പറയുന്നവയിൽ തൃതീയ മേഖലയിൽ ഉൾപ്പെട്ടതാണ് ബാങ്കിംഗ്. വിവരാവകാശ നിയമം അനുസരിച്ച് വിവരങ്ങൾ നൽകേണ്ട സമയപരിധി എത്രയാണ്? 30 ദിവസമാണ്. 30 ദിവസം. ദേശീയ ഗാനം രചിക്കപ്പെട്ട ഭാഷ ഏതാണ്? ദേശീയ ഗാനം രചിക്കപ്പെട്ട ഭാഷ ബംഗാളി ഭാഷയാണ്. ബംഗാളി ഭാഷയിലാണ് ദേശീയ ഗാനം രചിക്കപ്പെട്ടിട്ടുള്ളത്. ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941 കേട്ടോ. 941. അനർട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? അനർട്ടിന്റെ ആസ്ഥാനം എന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം. മാതൃഭൂമി ദിനപത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെ വെച്ച്? മാതൃഭൂമി ദിനപത്രം പ്രസിദ്ധീകരണം ആവർത്തിച്ചത് കോഴിക്കോട് നിന്നാണ്. മാതൃഭൂമി കോഴിക്കോട് നിന്നാണ്. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം ആരംഭിച്ച വർഷം ഏത്? 1907 അയ്യങ്കാളി സാധുജന പരിപാലന സംഘം ആരംഭിച്ചിട്ടുള്ളത്. മലയാള സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? മലയാള സർവകലാശാലയുടെ ആസ്ഥാനം തിരൂരാണ്. തിരൂർ. കാണ്ട്ല തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കാണ്ട്ല തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. സാങ്പോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ നദി ഏതാണ്? സാങ്പോ എന്ന പേരിൽ അറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്ര. ഇന്ത്യയിൽ ഇടക്കാല മന്ത്രിസഭ അധികാരത്തിൽ വന്നത് എപ്പോഴാണ്? ഇന്ത്യയിൽ ഇടക്കാല മന്ത്രിസഭ നിലവിൽ വന്നത് 1946 സെപ്റ്റംബർ 2 1946 സെപ്റ്റംബർ 2. ഭരണഘടനയുടെ 19ാം അനുച്ഛേദം പൗരാവകാശത്തെ എത്രയായി തിരിച്ചിരിക്കുന്നു? 19ാം അനുച്ഛേദം പൗരാവകാശത്തെ 6 തിരിച്ചിട്ടുള്ളത്. 6. കയർ എന്ന നോവലിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? കയർ എന്ന നോവലിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ പ്രദേശമാണ് കുട്ടനാട്. അടുത്ത ചോദ്യം, കേരള സിംഹം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? കേരള സിംഹം എന്ന് വിശേഷിപ്പിക്കുന്നത് പഴശ്ശിരാജയെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായൽ. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചതാര്? പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗാണ്. ആത്മാറാം പാണ്ഡുരംഗ്.
താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. കേരളത്തിൽ സ്വകാര്യ മേഖല അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിട്ടുകിട്ടുന്നതിനായി കോടതിയിൽ സമർപ്പിക്കുന്ന റിട്ട് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹേബിയസ് കോർപ്പസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിട്ടുകിട്ടുന്നതിനായി കോടതിയിൽ സമർപ്പിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന താപവൈദ്യുത നിലയം ഏതാണ്? ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന താപവൈദ്യുത നിലയമാണ് രാമഗുണ്ടം. രാമഗുണ്ടം. എന്നാൽ ഇപ്പോൾ രാമഗുണ്ടം ആന്ധ്രാപ്രദേശിലല്ല, തെലങ്കാനയിലാണ് കേട്ടോ. തെലങ്കാനയിലാണ് രാമഗുണ്ടം. ഇപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തെലങ്കാനയിലാണ്. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച ഗ്രന്ഥം. ചുവടെ നൽകിയിട്ടുള്ളവയിൽ വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച ഗ്രന്ഥമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം ഏതാണ്? പെനിൻസുലാർ പീഠഭൂമിയും കുന്നുകളുമാണ്. പെനിൻസുലാർ പീഠഭൂമിയും കുന്നുകളുമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം. താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. നോക്കാം. അവശിഷ്ട പാറകൾ മടക്കിക്കളയുന്നത് മൂലമാണ് മടക്ക് മലകൾ രൂപപ്പെടുന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അവശിഷ്ട പാറകൾ മടക്കിക്കളയുന്നത് മൂലമാണ് മടക്ക് മലകൾ രൂപപ്പെടുന്നത്. യുറാലുകളും അപ്പലാച്ചിയൻസും പഴയ മടക്ക് പർവ്വതങ്ങളുടെ ഉദാഹരണമാണ്. അപ്പോൾ പഴയ മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ്? യുറാലുകളും അപ്പലാച്ചിയൻസും ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ആൻഡീസും ഹിമാലയവും ഇളം മടക്ക് മലകൾക്ക് ഉദാഹരണമാണ്. ആൻഡീസും ഹിമാലയവും യങ് ഫോൾഡ് മൗണ്ടെയ്ൻസ്, അതായത് ഇളം മടക്ക് മലകളുടെ ഉദാഹരണമാണ്. മൂന്നും തന്നെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മുകളിലുള്ളവയെല്ലാം തന്നെ ശരിയാണ്. ശരി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. നോക്കാം. വടക്കൻ അർദ്ധഗോളത്തിലെ ശീതകാല അറുതികൾക്കും വസന്ത വിഷുവത്തിനും ഇടയിൽ ഭൂമി പെരിഹീലിയനായിരിക്കുന്ന ദിവസം സംഭവിക്കുന്നു. വടക്കൻ അർദ്ധഗോളത്തിലെ ശീതകാല അറുതികൾക്കും വസന്ത വിഷുവത്തിനും ഇടയിൽ ഭൂമി പെരിഹീലിയൻ ആയിരിക്കുന്ന ദിവസം സംഭവിക്കുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ജൂലൈ 4-നോ അതിനടുത്തോ ആണ് സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ളത്. ജൂലൈ 4-നോ അതിനടുത്തോ ആണ് സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയായുള്ളത്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. വേനൽ മുതൽ ശീതകാലം വരെയുള്ള കാലാനുസൃതമായ മാറ്റം ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിൻ്റെ പരിക്രമണ തലത്തിലേക്കുള്ള ചായ്വാണ്. വേനൽ മുതൽ ശീതകാലം വരെയുള്ള കാലാനുസൃതമായ മാറ്റം ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിൻ്റെ പരിക്രമണ തലത്തിലുള്ള ചായ്വാണ്. ഇതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസർ. ഇവ മൂന്നും തന്നെ ശരിയാണ്. പാമ്പാടും ചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? പാമ്പാടും ചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലാണ് പാമ്പാടും ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണങ്ങളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8-ന് പേസ് എന്ന് പേരുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു. അപ്പോൾ പേസ് വിക്ഷേപിച്ചത് ആരാണ്? നാസയാണ്. എപ്പോഴാണ് വിക്ഷേപിച്ചത്? 2024 ഫെബ്രുവരി 8-നാണ്. ഓക്കെ, അപ്പോൾ പേസ് എന്നാൽ എന്ത്? അതാണ് നമ്മുടെ ചോദ്യം. പേസ് എന്നാൽ എന്താണ്? പ്ലാങ്ക്ടൺ, എയ്റോസൽ, ക്ലോഡ്, ഓഷ്യൻ എക്കോസിസ്റ്റം എന്നതാണ്. പ്ലാങ്ക്ടൺ, എയ്റോസൽ, ക്ലോഡ്, ഓഷ്യൻ എക്കോസിസ്റ്റം എന്നതാണ് പേസ് എന്നത്. പേസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അടുത്തത് 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ്? 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വ്യവസ്ഥ താഴെ പറയുന്നതിൽ ഏതാണ്? അടുത്തത്, താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലിക അവകാശം? ഇവിടെ തന്നിട്ടുള്ളവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായിട്ടുള്ള മൗലിക അവകാശം? അത് ആർട്ടിക്കിൾ 14 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടന്നത് എപ്പോഴാണ്? ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തര പ്രഖ്യാപനം നടന്നത് എപ്പോഴാണ്? 1971-ലാണ്. 1971.
താഴെ പറയുന്ന ഇനങ്ങളിൽ ഏതാണ് 7ാം ഷെഡ്യൂളിന്റെ കൺകറന്റ് ലിസ്റ്റിലുള്ളത്? താഴെ പറയുന്നവയിൽ ഏതാണ്, ഇവിടെ തന്നിട്ടുള്ളവയിൽ ഏതാണ് 7ാം ഷെഡ്യൂളിന്റെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസുമാണ്. സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും. ഈ ക്രാന്തി എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ ക്രാന്തി എന്ന പദം സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി എന്നതുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ ക്രാന്തി എന്നത് സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി എന്നാണ്. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം? ഇവിടെ തന്നിട്ടുള്ളവയിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗമായിട്ടുള്ളത്? ലോകസഭയിലെ പ്രതിപക്ഷ നേതാവാണ്. ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ്. അടുത്തത്, സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? നോക്കാം. പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഉപദേശക സ്ഥാപനങ്ങളാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഉപദേശക സ്ഥാപനങ്ങളാണ്. പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ. പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ. കമ്മീഷൻ അംഗത്തിന്റെ സേവന കാലാവധി നിശ്ചയിച്ചിട്ടുള്ളതാണ്. കമ്മീഷൻ അംഗത്തിന്റെ സേവന കാലാവധി നിശ്ചയിച്ചിട്ടുള്ളതാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാൻ കഴിയില്ല. ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ നീക്കം ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ശരിയല്ലാത്തത് ഓപ്ഷൻ ഡി മാത്രമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത്? എപ്പോഴാണ്? 2011. 2011. ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ രത്നം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് മണിപ്പൂരിനെയാണ്. മണിപ്പൂർ ഇന്ത്യയുടെ രത്നം വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു? ജയ് ജവാൻ ജയ് കിസാൻ എന്നത് ആരുടെ മുദ്രാവാക്യമാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയുടേതാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി. NV കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യ നാമം എന്താണ്? NV കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യ നാമം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ശോണിതപുരം എന്നാണ്. ശോണിതപുരം. 1995 ജ്ഞാനപീഠം പുരസ്കാരം നേടിയത്? 1995 ജ്ഞാനപീഠം പുരസ്കാരം നേടിയത് ആരാണ്? MT വാസുദേവൻ നായരാണ്. MT വാസുദേവൻ നായർ. ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ്? ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ്? പൂന്താനം നമ്പൂതിരിയാണ് ജ്ഞാനപ്പാന രചിച്ചിട്ടുള്ളത്. പരമ്പരാഗത നാടോടി നൃത്തമായ ഘൂമർ എന്നറിയപ്പെടുന്ന സംസ്ഥാനം, ഘൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? പരമ്പരാഗത നാടോടി നൃത്തമായിട്ടുള്ള ഘൂമർ അറിയപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാനാണ്. രാജസ്ഥാൻ ഘൂമറുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് എപ്പോഴാണ്? 1955 മെയ് 11. 1955 മെയ് 11 ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? 2026 ശൈത്യകാല ഒളിമ്പിക്സ് നടക്കുന്നത് മിലാനും കോർട്ടിന ഡി ആംബേസോയുമാണ്. മിലാനും കോർട്ടിന ഡി ആംബേസോയും. സർദാർ സരോവർ പദ്ധതി ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? സർദാർ സരോവർ പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് നർമ്മദ നദിയിലാണ്. നർമ്മദ. 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951. 1951. കേരള ചരിത്രത്തിൽ എന്തിനെയാണ് മണിഗ്രാമം എന്ന് അറിയപ്പെടുന്നത്? മണിഗ്രാമം എന്നറിയപ്പെടുന്നത് കച്ചവട സംഘങ്ങളാണ്. കച്ചവട സംഘങ്ങൾ. ഏത് യുദ്ധമാണ് ഇന്ത്യയിൽ തുർക്കി ഭരണത്തിന് ആരംഭം കുറിച്ചത്? ഏത് യുദ്ധമാണ് ഇന്ത്യയിൽ തുർക്കി ഭരണത്തിന് ആരംഭം കുറിച്ചിട്ടുള്ളത്? തറൈൻ യുദ്ധമാണ് കേട്ടോ. തറൈൻ യുദ്ധം.
ദത്തവകാശ നിരോധന നയം ഇന്ത്യയിൽ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? ദത്തവകാശ നിരോധന നയം ഇന്ത്യയിൽ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? ഡെൽഹൌസിയാണ്, ഡെൽഹൌസി. ഇന്ത്യ ഗവൺമെന്റ് വനിതകൾക്ക് ചെറുകിട കച്ചവടങ്ങളും മറ്റും നടത്തുന്നതിനായി വായ്പകളും മറ്റും നൽകുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വനിതകൾക്കായി ചെറുകിട കച്ചവടങ്ങളും മറ്റും നടത്തുന്നതിനായിട്ട് വായ്പകളും മറ്റും നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ഏത്? രാഷ്ട്രീയ മഹിളാ കോഷ് എന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് അനുശാസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് അനുശാസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ എഴുതിയത് ആരാണ്? കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ എഴുതിയത് ആരാണ്? അച്യുത മേനോനാണ്. അച്യുത മേനോൻ. 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ 3-ൽ ഒന്നല്ലാത്തത്? ഏതാണ് ആ 3? ഏതൊക്കെയാണ് അതറിഞ്ഞാൽ നമുക്ക് ഏതാണ് അല്ലാത്തതെന്ന് അറിയാം അല്ലേ? ത്രിപുര, മേഘാലയ, മണിപ്പൂർ എന്നിവയാണ് ആ 3 സംസ്ഥാനങ്ങൾ. അപ്പോൾ അല്ലാത്തത് ഏതാണ്? അത് നാഗാലാൻഡ് ആണ്. ഓക്കെ, 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. അതേതൊക്കെയാണ്? മണിപ്പൂർ, മേഘാലയ, ത്രിപുര എന്നിവയാണ്. വ്യാവസായികവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമിയായിട്ടുള്ളത് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. സുഭാഷ് ചന്ദ്ര ബോസ്. ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഹരിജൻ യാത്ര പര്യടനം എന്ന പേരിലാണ്. 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി നടത്തുകയും ചെയ്ത പര്യടനമാണ് എന്താണ്? ഹരിജൻ യാത്ര. അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിച്ചിട്ടില്ലാത്ത കോട്ടയാണ് പുരാണ കില. വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയതാരാണ്? രാമൻ നമ്പി. കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട്ട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട്ട് കലാപത്തിന്റെ നേതാവ് ആരാണ്? അയ്യങ്കാളി. കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ചിട്ടുള്ള വർഷം ഏതാണ്? 1991 ആണ്. 1991. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയല്ലാത്തത് ഏതാണ്? പോർച്ചുഗീസ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയല്ല. ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയിട്ടുള്ളത്? ദേശീയ ജലപാത 3 കോഴിക്കോട് വരെയാണ് നീട്ടിയിട്ടുള്ളത് കേട്ടോ, കോഴിക്കോട്. താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത്? പാരന്റ് റോക്കും രൂപാന്തരപ്പെട്ട പാറയുമാണ് കൊടുത്തിട്ടുള്ളത്. നോക്കാം. ഗ്രാനൈറ്റ് നൈസ് ആയിട്ട് മാറുന്നു. നീസ് എന്നും നൈസ് എന്നും പറയുന്നുണ്ട്. ഗ്രാനൈറ്റ് നീസ് ആണ്. മണൽക്കല്ല് ക്വാർട്സൈറ്റ് ആയിട്ടാണ് മാറുന്നത് കേട്ടോ, ക്വാർട്സൈറ്റ് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. മണൽക്കല്ല് എന്നത് സിസ്റ്റ് അല്ല, ക്വാർട്സൈറ്റ് ആയിട്ടാണ് മാറുന്നത്. ക്വാർട്സൈറ്റ്. ഓക്കെ. ചുണ്ണാമ്പ് കല്ല് മാർബിൾ ആയിട്ട് മാറുന്നു. അതുപോലെ ഷെയിൽ സ്ലേറ്റ് ആയിട്ട് മാറുന്നു. ഷെയില്, കളിമണ്ണ് എന്നിവയൊക്കെ സ്ലേറ്റ് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ ഇവിടെ രണ്ടാമത്തേത് ബി ഓപ്ഷൻ മാത്രമാണ് തെറ്റ്. മണൽക്കല്ല് എന്നത് ക്വാർട്സൈറ്റ് ആയിട്ടാണ് മാറുന്നത്.
സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത്? സർവേ ഓഫ് ഇന്ത്യ SOI എന്നത് ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത്? പോളികോണിക് ആണ്, പോളികോണിക്. 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിലിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ് നോട്ടോ ഉള്ളത്? ജപ്പാനാണ്, ജപ്പാൻ. ഈ ഒരു ചോദ്യം അപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ് ആയിരിക്കാം, അപ്പം അതുകൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. എന്നാലും നോട്ടോ എന്നത് ജപ്പാനാണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണ്? പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം. ഇവ മൂന്നിനും തന്നെ ഇത് വിധേയമാണ്. അപ്പോൾ മൂന്നും തന്നെ ശരിയായിട്ടുള്ളതാണ്. 27D ആണ് ആൻസർ. ഓപ്ഷൻ D ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം. പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിരിക്കുന്ന അനുച്ഛേദം അല്ലെങ്കിൽ അനുച്ഛേദങ്ങൾ ഇവിടെ തന്നിട്ടുള്ളവയിൽ ഏതൊക്കെയാണ്? 48A-യും 51A-യുമാണ് പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥ നൽകിയിട്ടുള്ള അനുച്ഛേദങ്ങൾ. അപ്പോൾ ഓപ്ഷൻ B ആണ് ആൻസർ. 2ഉം 3ഉം. ഓക്കെ. 106 ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റം അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്താണ്? 106 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആർട്ടിക്കിൾ 239AA എന്നത് ഭേദഗതി ചെയ്തു. ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 239AA. ആർട്ടിക്കിൾ 330A, ആർട്ടിക്കിൾ 332A എന്നിവ ഉൾപ്പെടുത്തുകയും ചെയ്തത് 106 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. OBC സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം എന്നത് 106 ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെട്ട വിഷയമല്ല. അപ്പം അത് തെറ്റാണ്. മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് 1ഉം 2ഉം സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഏതാണ്? ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 2023 വിംബിൾഡൺ വിജയം നേടിയത് ആരാണ്? 2023 വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ്? കാർലോസ് അൽക്കാരാസ് ആണ്. കാർലോസ് അൽക്കാരാസ്. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏതാണ്? ആദ്യത്തെ വയലാർ അവാർഡാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏതാണ്? അഗ്നിസാക്ഷിയാണ്. ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി. ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? ഓസ്കാർ നേടിയ ആദ്യ മലയാളി റസൂൽ പൂക്കുട്ടിയാണ്. റസൂൽ പൂക്കുട്ടി. ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ തെണ്ടുൽക്കർ എത്ര റൺസ് നേടി? ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ തെണ്ടുൽക്കർ നേടിയ റൺസ് എത്രയാണ്? 18,426 ആണ്. 18,426. കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? SL പുരം സദാനന്ദൻ ആണ്. SL പുരം സദാനന്ദൻ. ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയതാരാണ്? ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയതാരാണ്? S ഗുപ്തൻ നായരാണ്. S ഗുപ്തൻ നായർ. കുമാരനാശാൻ അന്തരിച്ച വർഷം? കുമാരനാശാൻ അന്തരിച്ച വർഷം 1924 ആണ്. 1924. കാഞ്ചന യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകൾ ഏവയാണ്? യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകളാണ് കൂടിയാട്ടവും മുടിയേറ്റും. കൂടിയാട്ടവും മുടിയേറ്റും. ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്തു നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്? ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രീസിൽ നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്. ഗ്രീസ് ആണ്. ഓപ്ഷൻ A ഗ്രീസ് ആണ് ആൻസർ. ഡേവിസ് കപ്പ് എന്തിനുള്ളതാണ്? ഡേവിസ് കപ്പ് ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ടെന്നീസുമായിട്ടാണ്. ടെന്നീസ്. നന്ദനാർ ആരുടെ തൂലികാനാമമാണ്? നന്ദനാർ എന്നത് PC ഗോപാലന്റെ തൂലികാനാമമാണ്. PC ഗോപാലനാണ് നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമയാണ് കണ്ടം ബച്ച കോട്ട്. കണ്ടം ബച്ച കോട്ട്. ഓണം പരാമർശിക്കുന്ന ഒരു സംഘം കാലഘട്ട കൃതി ഏതാണ്? ഓണം പരാമർശിക്കുന്ന ഒരു സംഘ കാലഘട്ട കൃതി ഏതാണ്? മധുരൈ കാഞ്ചിയാണ്. മധുരൈ കാഞ്ചി.
മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ ആരാണ്? ഇവിടെ തന്നിട്ടുള്ളവയിൽ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരനാണ് CV രാമൻ പിള്ള. ഹമാസ് ഇസ്രയേൽ സംഘർഷത്തിനിടെ ഇസ്രയേലിൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരുവാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹമാസ് ഇസ്രയേൽ സംഘർഷത്തിനിടെ ഇസ്രയേലിൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരുന്നതിനായിട്ട് ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ അജയ് എന്നത്. ഓപ്പറേഷൻ അജയ്. ഭരണത്തിലെ ഹ്യൂമൻ റിലേഷൻസ് തിയറിയുടെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്നത് ഏത്? ഭരണത്തിലെ ഹ്യൂമൻ റിലേഷൻസ് തിയറിയുടെ ജന്മസ്ഥലമായി കണക്കാക്കുന്നത് വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കമ്പനിയുടെ ഹാത്രോൺ പ്ലാന്റ് ആണ്. വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കമ്പനിയുടെ ഹാത്രോൺ പ്ലാന്റ്. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 105 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കുന്നതിനായിട്ട് സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫറാണ് പ്രേം ബിഹാരി നരേൻ റൈസാദ. പ്രേം ബിഹാരി നരേൻ റൈസാദയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ. താഴെ പറയുന്ന പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുതോൽപാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. താഴെ പറയുന്ന പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ ഇവ മൂന്നുമാണ്: സൗരോർജം, കാറ്റിൻ്റെ ശക്തി, ബയോമാസ്. ഇവ ഇന്ത്യയിലെ വൈദ്യുതോൽപാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന തോതിൽ ക്രമീകരിക്കുക. ഒന്നാമത് എന്തായാലും സൗരോർജമാണ്, രണ്ടാമത് കാറ്റിൻ്റെ ശക്തിയാണ്, മൂന്നാമത് ബയോമാസ് ആണ്. സൗരോർജത്തേക്കാൾ കുറവാണ് കാറ്റിൻ്റെ ശക്തി, പിന്നീടാണ് ബയോമാസ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹം അല്ലാത്തത്? ഇവിടെ തന്നിട്ടുള്ളവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹം അല്ലാത്തത്? IXPE ആണ്. IXPE ഇത് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹമല്ല. അടുത്തത്, ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷനെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇവയിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജൈവ വൈവിധ്യത്തിൻ്റെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനുമുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണിത്. അതെ, ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ജൈവ വൈവിധ്യത്തിൻ്റെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനുമുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണിത്. ദേശീയ തലത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഇത് പ്രാഥമികമായി നടപ്പിലാക്കുന്നത്. ദേശീയ തലത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് നടപ്പിലാക്കുന്നത്. ദേശീയ ജൈവ വൈവിധ്യ തന്ത്രങ്ങളും പ്രവർത്തന പദ്ധതികളും ദേശീയ തലത്തിൽ കൺവെൻഷൻ നടപ്പിലാക്കുന്നതിനുള്ള പ്രധാന ഉപകരണങ്ങളാണ്. ഇതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദേശീയ ജൈവ വൈവിധ്യ തന്ത്രങ്ങളും പ്രവർത്തന പദ്ധതികളും ദേശീയ തലത്തിൽ കൺവെൻഷൻ നടപ്പിലാക്കുന്നതിനുള്ള പ്രധാന ഉപകരണങ്ങളാണ്. ഒരു ദേശീയ ജൈവ വൈവിധ്യ തന്ത്രം തയ്യാറാക്കാനും ഈ തന്ത്രം ജൈവ വൈവിധ്യത്തിൽ സ്വാധീനം ചെലുത്താൻ, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലകളുടെ ആസൂത്രണത്തിലേക്ക് ഈ തന്ത്രത്തെ മുഖ്യധാരയാക്കാനും രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. ഇതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1, 2, 3, 4 ഇവയെല്ലാം തന്നെ ശരിയാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 4 വലിയ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അല്ലേ. സാധാരണ ഇത് എല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല, എന്നാലും സാധാരണ വലിയ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുള്ളത് മിക്കവാറും ശരിയായിരിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു റിസ്ക് എടുക്കാനേ പാടുള്ളൂ, ഉറപ്പൊന്നുമില്ല, എല്ലായ്പ്പോഴും ശരിയാവണമെന്ന് നിർബന്ധമില്ല, എന്നാലും വലിയ സ്റ്റേറ്റ്മെൻറ്റ്സ് മിക്കവാറും ശരിയായിരിക്കും കേട്ടോ. അടുത്ത ചോദ്യം, സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ചെ പോയിന്റ് 1 L1ൻ്റെ ദൂരം എത്രയാണ്? സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ചെ പോയിന്റ് 1 അതായത് L1ൻ്റെ ദൂരം എത്രയാണ്? ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ ആണ്. ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കൈലാഷ് സത്യാർത്ഥി സ്ഥാപിച്ച സംഘടന ഏത്? കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കൈലാഷ് സത്യാർത്ഥി സ്ഥാപിച്ച സംഘടനയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. ജ്ഞാനപീഠം അവാർഡ് കരസ്ഥമാക്കിയ മറാത്ത നോവൽ
കോസലയുടെ ആരുടെ കൃതിയാണ്? കോസല എന്നത് ആരുടെ കൃതിയാണ്? ജ്ഞാനപീഠം അവാർഡ് കരസ്ഥമാക്കിയ മറാത്ത നോവൽ കോസല ആരുടെ കൃതിയാണ്? ബാലചന്ദ്ര നെമേഡയുടേതാണ്. ബാലചന്ദ്ര നെമേഡയുടെ കൃതിയാണ് കോസല എന്നത്. അടുത്തിടെ മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതി എഴുതിയത് ആരാണ്? മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതി എഴുതിയത് സുഭാഷ് ചന്ദ്രനാണ്. സുഭാഷ് ചന്ദ്രൻ്റെതാണ് മനുഷ്യന് ഒരു ആമുഖം. തിരയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പദ്ധതി എവിടെയാണ് നിലവിൽ വന്നത്? തിരയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പദ്ധതി നിലവിൽ വന്നത് വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞം. ഇന്ത്യയിലെ ഏത് ഭരണാധിപനെയാണ് ബുദ്ധിമാനായ വിഡ്ഢി എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്? ബുദ്ധിമാനായ വിഡ്ഢി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ ഭരണാധിപനാണ് മുഹമ്മദ് തുഗ്ലക്. മുഹമ്മദ് ബിൻ തുഗ്ലക്. ചട്ടമ്പി സ്വാമികളുടെ പ്രശസ്തമായ കൃതി ഏതാണ്? ചട്ടമ്പി സ്വാമികളുടെ പ്രശസ്തമായ കൃതിയാണ് വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം. കേരളോൽപ്പത്തി പാരമ്പര്യപ്രകാരം ബ്രാഹ്മണർ എത്ര ഗ്രാമങ്ങളാണ് കേരളത്തിൽ സ്ഥാപിച്ചത്? കേരളോൽപ്പത്തി പാരമ്പര്യപ്രകാരം ബ്രാഹ്മണർ 32 ഗ്രാമങ്ങളാണ് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത്. 1885 മുതൽ 1905 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കൾ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? 1885 മുതൽ 1905 വരെ മിതവാദികളുടെ കാലഘട്ടമായിരുന്നു. മിതവാദികൾ എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കൾ അറിയപ്പെട്ടിരുന്നത്. ദേശീയ ആസൂത്രണ കമ്മീഷന്റെ മുന്നോടിയായി ജയപ്രകാശ് നാരായണൻ 1950 മുന്നോട്ട് വെച്ച ആശയം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സർവോദയ പ്ലാൻ എന്ന പേരിലാണ്. സർവോദയ പ്ലാൻ. ദേശീയ ആസൂത്രണ കമ്മീഷന്റെ മുന്നോടിയായിട്ട് ജയപ്രകാശ് നാരായണൻ 1950 മുന്നോട്ട് വെച്ച ആശയമാണ് സർവോദയ പ്ലാൻ. ഏത് നിയമമാണ് കൊച്ചിയിൽ ആദ്യമായി മരുമക്കത്തായം ഇല്ലാതെയാക്കിയത്? കൊച്ചിൻ നായർ ആക്ട് 1938 ആണ്. 1938 പ്രകാരമാണ് കൊച്ചിയിൽ ആദ്യമായി മരുമക്കത്തായം ഇല്ലാതെയാക്കിയത്. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ച വർഷം ഏതാണ്? ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ചത് 1913 1913. ഹരോഡ് ഡോമർ മോഡലിൽ രൂപകൽപ്പന ചെയ്ത ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഹരോഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി. കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഹാൻ വീവിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ. കണ്ണൂർ ജില്ല. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലാണ് ഹാൻ വീവിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് 7 കില്ലിങ്സ്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് 7 കില്ലിങ്സ് എന്ന ലോക പ്രശസ്ത കൃതി എഴുതിയ മർലൻ ജെയിംസ് ഏത് രാജ്യത്തെ പൗരനാണ്? മർലൻ ജെയിംസ് ജമൈക്കൻ പൗരനാണ്. ജമൈക്കൻ പൗരനാണ്. കേരള ഹൈക്കോടതി നിലവിൽ വന്ന വർഷം ഏതാണ്? കേരള ഹൈക്കോടതി നിലവിൽ വന്നത് 1956 1956. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്ന വ്യക്തി ആരാണ്? ഇവിടെ തന്നിട്ടുള്ളവയിൽ ഗോപാൽ പ്രഭുവാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്നത്. ഏറ്റവും നീളമേറിയ ഇന്ത്യൻ റോഡ് ഏതാണ്? ഗ്രാൻഡ് ട്രങ്ക് റോഡാണ്. ഗ്രാൻഡ് ട്രങ്ക് റോഡാണ് ഏറ്റവും നീളമേറിയ ഇന്ത്യൻ റോഡ്. ടിബറ്റൻ ബുദ്ധവിശ്വാസികൾ വസിക്കുന്ന ധർമ്മശാല അല്ലെങ്കിൽ ധരംശാല ഏത് ഇന്ത്യൻ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ. ഹിമാചൽ പ്രദേശ്. ടിബറ്റൻ ബുദ്ധവിശ്വാസികൾ വസിക്കുന്ന ധരംശാല സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഇന്ത്യയിൽ തടാകങ്ങളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രദേശം ഏതാണ്? ഇന്ത്യയിൽ തടാകങ്ങളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ് ഉദയ്പൂർ. ഉദയ്പൂരാണ് തടാകങ്ങളുടെ നഗരം എന്ന് അറിയപ്പെടുന്നത്. പട്ടിക 1 പട്ടിക 2 ചേരുംപടി ചേർക്കുക. ചുവടെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പട്ടിക 1 അന്തരീക്ഷ പാളികളും പട്ടിക 2 സവിശേഷതകളുമാണ് കൊടുത്തിട്ടുള്ളത്. നോക്കാം.
സ്ട്രാറ്റോസ്ഫിയറിൽ എന്താണുള്ളത്? പ്രധാനമായിട്ടും ഓസോൺ ആണ്. ഓസോൺ നോക്കിക്കേ, ഓസോൺ. അപ്പോൾ 1 എ എന്നത് 3യുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. നമുക്ക് ഈസി ആയിട്ട് കിട്ടി. അപ്പോൾ തന്നെ നമുക്ക് 2 ഓപ്ഷൻസ് പോയി കേട്ടോ. സ്ട്രാറ്റോസ്ഫിയർ മൊത്തം അന്തരീക്ഷ ഓസോണിൻ്റെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നു. സ്ട്രാറ്റോസ്ഫിയർ മൊത്തം അന്തരീക്ഷ ഓസോണിൻ്റെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നു. എക്സോസ്ഫിയർ എന്നത് ഓക്സിജൻ, ഹൈഡ്രജൻ, ഹീലിയം എന്നിവയുടെ ആറ്റങ്ങൾ. എക്സോസ്ഫിയറിലാണ് ഓക്സിജൻ, ഹൈഡ്രജൻ, ഹീലിയം എന്നിവയുടെ ആറ്റങ്ങൾ കാണപ്പെടുന്നത്. ട്രോപ്പോസ്ഫിയറിൽ എന്താണ്? ട്രോപ്പോസ്ഫിയറിലാണ് ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നത്. ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. അയണോസ്ഫിയറിലാണ് അറോറ ബോറിയാലിസിസ്, അറോറ ഓസ്ട്രാലിസിസ് എന്നിവ നിർമ്മിക്കപ്പെടുന്നത്. അറോറ ബോറിയാലിസിസ്, അറോറ ഓസ്ട്രിയാലിസിസ് എന്നീ സവിശേഷതകൾ നിർമ്മിക്കപ്പെടുന്നത് അയണോസ്ഫിയറിലുമാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇന്ത്യയുടെ ദേശീയ ജലപാത 3 ഇവക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്നു. ഏതിനിടയിലാണ്? കോട്ടപ്പുറം കൊല്ലത്തിനിടയിലാണ് ദേശീയ ജലപാത 3 വ്യാപിച്ച് കിടക്കുന്നത്. കോഴിക്കോട് വരെ ഇപ്പോൾ നീട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, പട്ടിക 1 പട്ടിക 2മായി ചേരുംപടി ചേർക്കുക. ചുവടെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉപഗ്രഹങ്ങളാണ് പട്ടിക 1-ൽ, രാജ്യങ്ങൾ പട്ടിക 2-ലും കൊടുത്തിട്ടുണ്ട്. ഉപഗ്രഹങ്ങൾ നോക്കാം. ഗോസ് എന്നത് USA-യുടെ ഉപഗ്രഹമാണ്. ഇൻസാറ്റ് ഇന്ത്യൻ സാറ്റലൈറ്റ് ആണ്, ഇന്ത്യയുടേതാണ്. സ്പോട്ട് എന്നത് ഫ്രാൻസിൻ്റെ സാറ്റലൈറ്റ് ആണ്. ഉൽക്ക 3 എന്നത് റഷ്യയുടേതുമാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഗോസ് എന്നത് USA-യുടേതാണ്, ഇൻസാറ്റ് ഇന്ത്യയുടേതാണ്, സ്പോട്ട് എന്നത് ഫ്രാൻസിൻ്റെ ഉപഗ്രഹമാണ്, ഉൽക്ക 3 റഷ്യയുടേതുമാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. നോക്കാം. ബാബർ ട്രാക്ട് ഒരു കല്ല് കൊണ്ട് പതിച്ച മേഖലയാണ്. ബാബർ ട്രാക്ട് എന്നത് ഒരു കല്ല് കൊണ്ട് പതിച്ച മേഖലയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ബങ്കർ എന്നത് പഴയ അല്ലുവിയത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ബങ്കർ പഴയ അല്ലുവിയത്തെ പ്രതിനിധീകരിക്കുന്നു. ഖാദർ എന്നത് പുതിയ അല്ലുവിയത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. നോക്കൂ, ഇവ രണ്ടും ഫ്ലിപ്പ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബങ്കർ എന്നത് പഴയ അല്ലുവിയത്തെ പ്രതിനിധീകരിക്കുന്നു. ഖാദർ എന്നത് പുതിയ അല്ലുവിയത്തെ പ്രതിനിധീകരിക്കുന്നു. ടെറായി അമിതമായി നനവുള്ള ഒരു മേഖലയാണ്. ടെറായി എന്നത് അമിതമായി നനവുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 1ഉം 4ഉമാണ് ശരി. ബാബർ ട്രാക്ട് ഒരു കല്ലുകൊണ്ട് പതിച്ച മേഖലയാണ്. ടെറായി അമിതമായി നനവുള്ള ഒരു മേഖലയാണ്. ഭങ്കർ പഴയ അല്ലുവിയത്തെ പ്രതിനിധീകരിക്കുന്നു. ഖാദർ പുതിയ അല്ലുവിയത്തെ പ്രതിനിധീകരിക്കുന്നു. താഴെ പറയുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും അധികം സിംഹവാലൻ കുരങ്ങുകൾ ഏറ്റവും അധികം കാണപ്പെടുന്നത് എവിടെയാണ്? സൈലന്റ് വാലിയിലാണ്. സൈലന്റ് വാലി. ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതി ഏത് കാലഘട്ടത്തിലാണ്? 2012-17 കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതി. പ്രധാന ആശയം എന്താണ്? പ്രധാന ആശയം താഴെ പറയുന്നവയിൽ ഏതാണ്? ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ആശയം വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ സുസ്ഥിരവുമായിട്ടുള്ള വളർച്ച എന്നതാണ്. വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച എന്നതാണ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. 2002 മുതൽ 2007 വരെയുള്ള വർഷങ്ങളിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് പദവി വഹിച്ചിരുന്നത് ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. 2002 മുതൽ 2007 വരെ ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് പദവി വഹിച്ചിരുന്നത്. ഇന്ത്യയിലെ സൈനിക സേവനത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ബഹുമതി ഏതാണ്? ഇന്ത്യയിലെ സൈനിക സേവനത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ബഹുമതി പരമവീര ചക്രമാണ്. പരംവീര ചക്രം. ഹംപി ഏത് നദിയുടെ തീരത്താണ്? ഹംപി സ്ഥിതി ചെയ്യുന്നത് തുംഗഭദ്ര നദിയുടെ തീരത്താണ്. തുംഗഭദ്ര. ഇന്ത്യയിൽ ഏറ്റവും അധികം ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ് കേട്ടോ. ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും അധികം ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ദേശീയ ഗാനം ആലപിക്കാനുള്ള ഔദ്യോഗിക സമയപരിധി. 52 സെക്കൻഡാണ്.
ഇന്ത്യയിൽ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യയിൽ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 1993. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ച പ്രസിദ്ധ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ച പ്രസിദ്ധ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ആരാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് മേപ്പാടി. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ദീർഘദൂര റേഡിയോ പ്രേക്ഷണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് പ്രധാനമന്ത്രി. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098 ആണ്. 1098. കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകനാണ് ജി അരവിന്ദൻ. കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം ജില്ല. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 100 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ചോദ്യങ്ങളുടെ രൂപമല്ല, ചോദ്യങ്ങളുടെ കണ്ടന്റ് ആണ് നമ്മളിപ്പോൾ പഠിക്കേണ്ടത് കേട്ടോ. ഏത് തരത്തിൽ വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം. എപ്രകാരം വന്നാലും നമ്മളത് ടാക്കിൾ ചെയ്യാൻ തയ്യാറായിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.